ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. എന്റെ കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ സുഖമാണോ? പ്രിയമുള്ള സഹോദരങ്ങളെ, സുഖമായിരിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾക്കെല്ലാം പ്രത്യേകം നന്ദി. നാളെ നമ്മുടെ അടുത്ത 100 തികയുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് മക്കളില്ലാത്ത ദമ്പതികൾക്കുള്ള ആശീർവാദം, അതേപോലെ തന്നെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഡെലിവറിക്ക് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്കുള്ള ആശീർവാദം, ഗർഭാവസ്ഥയിൽ എന്തെങ്കിലുമൊക്കെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് നോർമൽ ഡെലിവറി എല്ലാത്തിനും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പ്രാർത്ഥനാ ശുശ്രൂഷയാണ് കേട്ടോ. നിങ്ങൾ ദയവായിട്ട് അങ്ങനത്തേക്ക് ഒരുങ്ങുന്നവരും പ്രാർത്ഥിക്കുന്നവരൊക്കെ ഇതിന് മുമ്പിലത്തെ 2 വീഡിയോയും കൂടെ കേൾക്കണേ, ഇതും കൂടെ കേൾക്കണം. എന്നിട്ട് നാളെ ആശീർവാദം സ്വീകരിച്ച് പ്രാർത്ഥിച്ചു വരങ്ങണം. ധാരാളം പേർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എന്നൊരു സാക്ഷ്യം വായിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം, നാളെ വ്യാഴാഴ്ചയല്ലേ, അപ്പൊ നമുക്ക് കിട്ടും നന്മറിഞ്ഞോറി നാളെ ചെല്ലാൻ സമയം ഉണ്ടാകില്ല. ഇന്നൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചോ. പ്രത്യേക നിയോഗം വെച്ചിരിക്കുകയാണ്. പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് വരുന്നതിന് മുമ്പ് ഇതിന്റെ ഒരു സാക്ഷ്യം വായിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. നാളത്തേക്കുള്ള ഒരുക്കമായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് മേരി എന്നാണ്. മേരി സെബാസ്റ്റ്യൻ. ഞാൻ അച്ഛന്റെ ഒരു ഫുൾ കുടുംബാംഗമാണ്. സന്തോഷം. ഞാൻ റിട്ടയർ ചെയ്ത ഒരു അധ്യാപികയാണ്. തോപ്പുംപടി ഭാഗത്താണ്. 2016 ഞാൻ അട്ടപ്പാടിയിൽ വന്നൊരു ധ്യാനം കൂടുന്ന സമയം വിനോദിച്ച ധ്യാന ഹോളിലുള്ള എല്ലാവരോടുമായിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവരും ക്യൂ ആയിട്ട് നിന്നോളുക, നിങ്ങൾക്ക് ഓരോ ആശീർവാദം തരാം, നിങ്ങൾക്ക് ഒരാവശ്യം പറയാം, ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കാം. അച്ഛനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. എൻ്റെ മോൻ വിവാഹിതനായിട്ട് 4 വർഷമായിട്ടും കുട്ടികളായിരുന്നില്ല. അച്ഛൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ മാസം തന്നെ മകന്റെ ജീവിത പങ്കാളി പ്രഗ്നന്റായി. ഈശോടെ എനിക്കറിയല്ലേ. 2017 ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. കുഞ്ഞിനെപ്പോൾ 8 വയസ്സായി. ഈശോയ്ക്കും പ്രാർത്ഥിച്ച അച്ഛന് കോടാനുകോടി നന്ദി പറയുന്നു. തുടർന്നുള്ള യോഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുക. പ്രൈസല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിനിപ്പോൾ നേരിട്ട് ആശീർവാദം സ്വീകരിക്കുന്ന അങ്ങനെയില്ല. ആശീർവാദം അത് TV-യിലൂടെ ആണെങ്കിലും എന്തിലൂടെയാണെങ്കിലും ഈശോ അല്ലേ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നാളെ ഒരു പ്രത്യേകമായി പ്രാർത്ഥിച്ചു വരിക കേട്ടോ. പ്രൈസല്ലോ. ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് എഫേസോസ് 6:2 അടിസ്ഥാന തലക്കെട്ട് ഇങ്ങനെയാണ്: ഇതിന് മാറ്റം വരികയില്ല. അതിന് ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളതാണ് വചനം. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല നന്മ കൈവരണം, അല്ലെ, മക്കള്, തലമുറകള്, വംശങ്ങള്, പാരമ്പര്യങ്ങള് എല്ലാ അനുഗ്രഹം പ്രാപിക്കണം എന്നൊരാഗ്രഹമാണ്. തീർച്ചയായിട്ടും എൻ്റെ പ്രിയപ്പെട്ട സഫറിംഗ് ഉണ്ട്, പക്ഷെ ദൈവാനുഗ്രഹമുണ്ട്. ഇത് സത്യമാണ്. അപ്പൊ അതിന് പല കാര്യങ്ങൾ ബൈബിളിൽ പറഞ്ഞു. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ, ഭാവി നന്മ എല്ലാം കൈവരാൻ വേണ്ടി നിങ്ങൾ വ്യാജം പറയുന്ന അധരങ്ങളെ നിയന്ത്രിക്കുമെന്ന് പറയുന്നുണ്ട്. നുണ പറയരുതെന്ന് പറയുന്നുണ്ട്. നാവിന്റെ പാപം നമ്മുടെ അധ്വാന ഫലം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുന്നത് പോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നമുക്ക് നന്മ കൈവരാനുള്ള മറ്റൊരു മാർഗമെന്ന് പറയും ജന്മം നൽകിയ അപ്പൻ അറിവ് കുറവാണെങ്കിൽ, അമ്മയ്ക്ക് അറിവ് കുറവാണെങ്കിൽ, എന്തൊക്കെയാണ് ജന്മം നൽകിയ അപ്പനെ അമ്മ വിഷമിപ്പിക്കരുതെന്നുള്ളതാണ് വചനം. അത് ദൈവത്തിന് വചനം വെളിപ്പെടുത്താണ്, അല്ലേ? നന്മ കൈവരാൻ, ഭൂമിയിൽ ദീർഘകാലം ജീവിക്കാൻ വേണ്ടി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പേരൻസിനെ വേദനിപ്പിച്ചൊരു പെട്ടെന്ന് മരിച്ചു പോകുന്ന ഞാൻ ലിറ്ററൽ സെൻസിനെ വചനം എടുക്കുന്നില്ല. പക്ഷേ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു സെൻസ് എന്ന് പറയുന്ന എല്ലാ കാര്യത്തിലും ഒരു ദൈവാനുഗ്രഹം, ഒരു ദൈവകൃപ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ വചനത്തെ എടുക്കേണ്ടത്. അതുകൊണ്ട് ഒരുപാട് പേരുടെ പാരൻസൊക്കെ ചിലപ്പോൾ മരിച്ചു പോയിട്ടുണ്ടാവും. നമ്മൾ ഓർക്കണം, അനുദപിക്കണം, പ്രാർത്ഥിക്കണം, മാപ്പി ചോദിക്കണം ഈശോയോട്, അല്ലേ? ജീവിച്ചിരിക്കുന്ന കാലത്ത് പാരൻസിനെ ബഹുമാനിക്കാൻ പറ്റും. മരിച്ചു കഴിഞ്ഞിട്ട് പോയി ഇതൊക്കെ ബഹുമാനിച്ചിട്ട് എന്ത് കാര്യമെന്ന് നമ്മൾ ചിന്തിച്ചു പോയി, അല്ലേ? പിന്നെ ഓർത്തോർത്തിരുന്ന് സങ്കടപ്പെട്ടിട്ടുണ്ട് കാര്യം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ വചനത്തിന് മാറ്റമില്ല. വാഗ്ദാനത്തോട് ആദ്യത്തെ കൽപ്പന ഇതാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. സ്തുതിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന, ആരാധന. കർത്താവെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, നന്ദി പറയുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ, അവിടുന്ന് അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതങ്ങൾ ഇടപെടുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വലിയ കൃപകൾ കൊണ്ട് നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവ്, നാളത്തെ എപ്പിസോഡിനോട് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഓരോരുത്തരും ഇപ്പോൾ ആശീർവദിക്കുന്ന കർത്താവെ, ഇവരുടെ ഉദ്യമങ്ങൾ, ഇവരുടെ പ്രവർത്തനങ്ങൾ, ഇവരുടെ നാവില് കർത്താവ്, ഇവരുടെ വാക്കുകൾ, ഇവരുടെ പ്രവൃത്തികളുടെ ചിന്തകളെല്ലാം പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് ആശീർവദിക്കുന്നു. കർത്താവായ ദൈവമേ, റിസൾട്ട് വന്ന കുട്ടികളെ ഓർത്ത് അങ്ങയെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവായ ദൈവമേ, കർത്താവ് എന്തെങ്കിലും പരാജയം ഉണ്ടായവർക്ക് പിടിച്ചേക്കാൻ ഇടവരട്ടെ. ഈ ദിവസങ്ങളിൽ റിസൾട്ട് വരാൻ എല്ലാവർക്കും ഉന്നത വിജയം ഉണ്ടാകട്ടെ. എല്ലാം ദൈവ കരുണയിലും കൃപയിലുമായി തീരട്ടെ.
നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.